റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി നഗരത്തിൽ സ്ഥാപിച്ച സ്മാർട്ട് ക്യാമറകളിൽ 126 എണ്ണം തകരാറിൽ. നഗരപരിധിയിലുള്ള 104 ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് സ്മാർട്ട് സിറ്റിയുടെ ടെക്നിക്കൽ ഇവാലുവേഷൻ കമ്മിറ്റി നടത്തിയ പരിശോധനയിലാണ് 38 ഇടങ്ങളിലെ ക്യാമറകൾക്ക് കേടുപാടുള്ളതായി കണ്ടെത്തിയത്. സെക്രട്ടേറിയറ്റ്, ജനറൽ ആശുപത്രി, ആയുർവേദ കോളേജ്, കിഴക്കേക്കോട്ട, AKG സെന്റർ, കവടിയാർ അടക്കമുള്ള പ്രദേശങ്ങളിലെ ക്യാമറകളാണ് തകരാറിലായത്. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, ഗുഡ് ഈവനിംഗ്. എത്ര കാലമായി ഈ ക്യാമറകൾ നിശ്ചലമായതും അറിഞ്ഞില്ലേ ആരും? ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തിലധികമായി ഈ പ്രശ്നം തുടരുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകി പരിശോധിച്ചു വരികയായിരുന്നു. പക്ഷേ ഇതിൽ അടിയന്തരമായിട്ടൊരു ഇടപെടൽ നടത്താനായിട്ട് ഇതുവരെയും സാധിച്ചില്ല എന്നുള്ളതാണ്. 2021 സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. പക്ഷേ അത് പിന്നീട് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനായിട്ട് ഇതിന്റെ കമ്പനി മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിച്ചത്. മദ്രാസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് 54 കോടി രൂപയ്ക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 908 ക്യാമറകൾ സ്ഥാപിച്ചത്. അതിലിപ്പോൾ 126 എണ്ണമാണ് തകരാറിലായിരിക്കുന്നത്. ഇത് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ജനറൽ ആശുപത്രി, AKG സെന്റർ, ഇങ്ങനെ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലുള്ള ക്യാമറകളാണ് ഇപ്പോൾ ഈ തകരാറിലായ 126 എണ്ണം. ഇതിലിപ്പോൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് വിവരം തിരക്കിയപ്പോൾ അവർ പറയുന്നത് ഉടൻ തന്നെ ഇത് പരിഹരിക്കുമെന്നുള്ളതാണ്. നിലവിൽ തകരാറിലായ ക്യാമറകൾക്ക് പകരം മറ്റ് ക്യാമറകൾ വയ്ക്കുകയോ അല്ലെങ്കിൽ അത് പുതുക്കി പണിയാൻ സാധിക്കുന്നതാണെങ്കിൽ, സർവീസ് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ സർവീസ് ചെയ്യുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ എന്തായാലും നഗരത്തിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ക്യാമറയുടെ 30 മീറ്റർ പരിധിക്ക് അകത്ത് വരുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റോ ആ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന വ്യക്തികളുടെ മുഖമോ വ്യക്തമായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു വിഷയം ഓപ്പറേഷൻ. പിന്നെ എന്തിനാണ് ഈ ക്യാമറ എന്ന് ചോദിക്കേണ്ടി വരുമല്ലോ അരുൺ സോളമൻ. അങ്ങനെയാണെങ്കിൽ 126 ക്യാമറകൾ തകരാറിലായിട്ട് 6 മാസമായി ഇതുവരെ അത് പരിഹരിക്കാനായിട്ടില്ല എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധികൃതർ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം നമ്മൾ വെക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട കാര്യങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം അത് ഫംഗ്ഷനിങ് ആണോ എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് കേട്ടോ അധികൃതർക്ക്.